ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. നമ്മൾ ധ്യാനിക്കാൻ പോണ വചനം സങ്കീർത്തനം 1. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ആറ്റരികുത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ദുഷ്ടന്മാർ അങ്ങനെയല്ല, അവർ കാറ്റ് പരത്തുന്ന പതിർ പോലെയത്രേ. ആകയാൽ ദുഷ്ടന്മാർ ന്യായവിസ്താരത്തിലും പാപികൾ നീതിമാന്മാരുടെ സഭയിലും നിവർന്നു നിൽക്കുകയില്ല. ഹല്ലേലൂയ. സ്തോത്രം. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാൻ പാടില്ല, പാപികളുടെ വഴിയിൽ നിൽക്കാൻ പാടില്ല, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാൻ പാടില്ല. യഹോവയുടെ ന്യായപ്രമാണം രാപ്പകൽ ഹൃദയത്തിൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ആറ്റരുകത്ത് നട്ടതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കുന്ന കർത്താവിൻ്റെ വേദം പറയേണ്ടത്. മക്കളെ, ഇന്ന് പലരും, ആണുങ്ങളാകട്ടെ പെണ്ണുങ്ങളാകട്ടെ, പലരും ഇന്ന് ചെവിയിൽ ഏതു നേരം സെൽഫോൺ, ദൈവമക്കളാന്ന് പറഞ്ഞ് നടക്കണവർ ഏതു നേരം ചെവിയിൽ സെൽഫോൺ വെച്ചിട്ട് വെറുതെ ഒരു മനുഷ്യനെ പരദൂഷണം പറഞ്ഞിട്ടേ ഇരിക്കുകയാണ്. എന്നിട്ട് സഭയിൽ പോയിട്ട് ഒരേ അന്യഭാഷ, ഒരേ പാട്ട്, ഇങ്ങനെയൊക്കെയാണ് ഇന്ന് സഭകളിൽ കടന്നു പോകണം. ഹല്ലേലൂയ. സ്തോത്രം. വേദങ്ങൾ നന്നായി പഠിക്കണം ദൈവമക്കളെ. ഇത് അന്ത്യകാലമാണ്. ഈ അന്ത്യകാലത്ത് കുറേ കള്ളപ്രവാചകന്മാർ വചനം വിറ്റ് തിന്നാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. അവർക്ക് അധ്വാനിക്കാൻ വയ്യ. കുനിഞ്ഞ് നൂർന്ന് അധ്വാനിച്ച് പണിയെടുത്ത് 10 കാശുണ്ടാക്കി കുടുംബത്തെ നോക്കാൻ വയ്യ. ശരീരം നോക്കാണ്ട് തിന്നണം. അതിന് വേണ്ടി കുറേ കള്ളപ്രവാചകന്മാർ ഈ അന്ത്യകാലത്ത് എഴുന്നേറ്റ് പുറത്തേക്കുണ്ട്. അതുകൊണ്ട് നമ്മൾ ജാഗരൂകരായി ഇരിക്കുന്നത് മക്കളെ. ഉൽപ്പത്തൊട്ട് വെളിപ്പാട് വരെ വേദബുക്ക് നന്നായി പഠിച്ച് ജ്ഞാനമുള്ളവരായിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ വീണു പോകും. ഹല്ലേലൂയ. ഇന്ന് ഈ ധ്യാനിപ്പാൻ ദൈവ സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആമേൻ.